ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സീക്വൻസ് വർക്കുകൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിനൂല് സാധാ നൂലെടുത്താൽ മതി. സാധാ മെഷീൻ്റെ നൂല് തന്നെയാണ്. എന്നാൽ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെയുള്ള സെറി ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ഇത് സിൽവർ, ഗോൾഡൻ, കോപ്പർ എന്നീ കളറുകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലുള്ള സീക്വൻസ് വാങ്ങിച്ചിട്ട്, ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസാണ്, ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ തുണിയുടെ മുകളിലേക്ക് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഫെവിക്കോൾ ഒന്ന് ജസ്റ്റ് തൊട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സീക്വൻസ് ഒട്ടിച്ച് കൊടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഞാനിവിടെ വീനെക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം 1/2 ഇഞ്ച് അകലത്തിൽ ഞാൻ 3-4 ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് വി ഷേപ്പിൽ. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സെറി ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഈ വരുന്ന സ്റ്റിച്ച് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും. അതിന് ചെറിയൊരു തിളക്കമുള്ളതുകൊണ്ട് ആ സ്റ്റിച്ചിന് നല്ല ഭംഗിയുണ്ടാവും. ഇത് വി ഷേപ്പ് നമ്മൾ നെക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ കളർ തുണിയിലാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് ഈ കളർ തുണിയിലാണ് ചെയ്യാൻ വന്നതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടത്. ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിച്ചിനോട് ചേർന്ന ഭാഗത്തും അതുപോലെ തന്നെ 3-4 ലൈൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ സീക്വൻസ് ഒട്ടിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഡോട്ടായിട്ട് ഫെവിക്കോൾ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സീക്വൻസ് ജസ്റ്റ് വെച്ച് ഒട്ടിക്കുന്നു. എന്നിട്ട് പിന്നെ നേരെ തയ്ച്ചു കൊടുത്താൽ മതി. നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.